ഹലോ, വെൽക്കം ടു ബോക്സിയം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്നൊരു ചെറിയ സ്പ്രേ പെയിൻറ്റിങ് പ്രോജക്റ്റാണ്. കുറേ നാളായി സ്പ്രേ പെയിൻറ്റിങ് ചെയ്തിട്ട്. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ലാമ്പ് പോസ്റ്റിൻ്റെ പെയിൻറ്റ് ആശുപത്രി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വൃത്തിയാക്കി ഒന്ന് പെയിൻറ്റ് അടിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് മഴ പെയ്തു. അത് കാരണം അന്ന് ചെയ്തില്ല. പിറ്റേ ദിവസമാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബിഫോർ കണ്ടീഷൻ. ഇത് മുകളിലെ ഇതുമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ബേസ് ചെയ്യുന്നില്ല കേട്ടോ. ഇതൊന്നുമില്ല. ഇത് ഇവിടെ കണക്റ്റഡ് ആയതുകൊണ്ട് ബൾബിൻ്റെ ഓർഡർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അത് ഊരുമ്പം ഏതാണ് കറുപ്പ് ഏതാണ് വെളുപ്പ് ഏതാണ് ഫേസ് ഏതാണ് ന്യൂട്രൽ ഏതാണ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഊരിയാൽ മതി. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കുക ഊരുന്നതിന് മുമ്പേ. എന്നിട്ട് തിരിച്ചതുപോലെ തന്നെ ഇട്ടാൽ മതി. ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിലും പുറത്തും ഭയങ്കര പൊടിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ വിൻഡെക്സ് വെച്ചിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യാണ്. ഒരു തുണി വെച്ചിട്ട് ഗ്ലാസ്സിൽ പെയിൻറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റ് സ്റ്റെപ്പ് വെച്ചിട്ട് ഗ്ലാസ് കവർ ചെയ്യാണ്. ഇതിനെ കുറച്ച് സമയം എടുക്കും. ഇത്തിരി ശ്രദ്ധിച്ചിട്ട് ഒട്ടിച്ചാൽ മതി. കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ബാറും സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പണ്ടൊരു തവണ പെയിൻറ്റ് അടിച്ച സ്പ്രേ പെയിൻറ്റ് അതിൽ നമ്മൾ ചട്ടി തൂക്കിയിട്ടിട്ട് ഉറഞ്ഞ് എൻ്റെ പെയിൻറ്റ് പോയതാണ്. അപ്പം ഇതിനെ ഈവൺ ആക്കാൻ വേണ്ടിയിട്ട് സാൻഡിയാണ്. എൻ്റെ അടുത്ത് സാൻഡ് പേപ്പർ കണ്ടില്ല, സാൻഡിങ് ബ്ലോക്കാണത്. ഗ്ലൗസ് ഇട്ടില്ല. നമ്മൾ തൊട്ട് നോക്കുമ്പം ആ ഡിഫറൻസ് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പിന്നെ പെയിൻറ്റ് അടിക്കുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഭയങ്കര വൃത്തിയായിട്ട് തോന്നും. ഇങ്ങനെ ആ ഡിഫറൻസ് ടെക്സ്ചറിൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ സ്മൂത്ത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ പൊടി മുഴുവൻ കഴുകി കളഞ്ഞ് തുടച്ചിട്ട് വേണം സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ കേട്ടോ. സാൻഡ് പേപ്പർ ആണെങ്കിൽ വേഗം നടന്നതാണ് കാര്യം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രേ പെയിൻറ്റ്. ഹോം ഡിപ്പോന്ന് വാങ്ങിയതാണ്. ഇതുപോലെ ഔട്ട്ഡോർ ലാൻഡേണിനുള്ള സ്പ്രേ പെയിൻ്റാണ്. സ്റ്റോപ്സ് റസ്നുണ്ട്. പടവും കണ്ടിട്ടാണ് വാങ്ങിയത്. ബ്ലാക്കാണ് കേട്ടോ. സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പം വെൽ വെൻറ്റിലേറ്റഡ് ഏരിയയിൽ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ രണ്ടും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഒരു കോലിങ്ങനെ വെച്ച് ഇങ്ങനെയാണ് എളുപ്പം ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ട്. ഗ്ലാസ്സിൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മോൾ ഭാഗം ടേപ്പ് ചെയ്തിട്ടുണ്ട്. ദ നമ്പർ 1 റൂൾ ഓഫ് സ്പ്രേ പെയിൻറ്റ്, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക എന്നിട്ട് സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ആൻഡ് ഡു 10 ലൈറ്റ് കോട്ട്സ്. ഒരു സ്ഥലത്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രിപ്പ് ചെയ്യും ഭയങ്കരമായിട്ട്. കീപ് മൂവിങ് അറൗണ്ട് ഓൾസോ. ഇത് മെറ്റാലിക് ആണല്ലോ. എന്തെങ്കിലും ആവട്ടെ. ഇപ്പം തുടങ്ങിയില്ലേ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സെക്കൻഡ് കോട്ട് അടിച്ചിട്ട് 20 മിനിറ്റ്സ് ആയി ആക്ച്വലി. ഇതിനൊരു കോട്ടും കൂടി വേണം. പക്ഷേ ഇത് അതിന് മുന്നേ ഒന്ന് മറച്ചു വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് കിട്ടി വെച്ചിട്ട് അങ്ങനെ അടിക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ഈ സൈഡ് അടിക്കണ്ടേ. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ മുകളിൽ നിന്ന് അടിക്കുമ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ അണ്ടർ സൈഡിൽ. അത് അവിടെ മൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു വെടുത്തും ചെയ്തു. ബ്ലാക്ക് പെയിൻ്റാണ് വേണ്ടിയിരുന്നത്. മെറ്റാലിക്കാണ് എടുത്തത്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മുടെ ആ സ്റ്റാൻഡിൻ്റെ കോല് ബ്ലാക്കാണ്. ഇനിയിപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും അറിയില്ല. ഇത് മാറ്റാം നമുക്ക്. മൂന്നാമത്തെ കോട്ട് ഡ്രൈ ആയിട്ട് ഒരു ഹാഫ് ആൻ അവർ ആയി. നമ്മുടെ പെയിൻറ്റർ സ്റ്റേപ്പ് റിമൂവ് ചെയ്യാം. ആക്ച്വലി ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിലത്തെ ചെളി പോയിട്ടില്ല കേട്ടോ. ആ തുണി ഡി നോട്ട് ഡു എ ഗുഡ് ജോബ്. സോ ഒന്നും കൂടി ഞാനത് വൃത്തിയാക്കാൻ പോവാണ് ഗ്ലാസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആഫ്റ്റർ. ആസ് യു ക്യാൻ സീ ദ റിസൾട്ട്. അതാണ് ഡിഫറൻസ്. എൻ്റെ മെറ്റാലിക്കും ബ്ലാക്കും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഉണ്ടോ. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെടി ഫോളിൽ കംപ്ലീറ്റ് പെട്ടു നമ്മൾ ടു ദ ഗ്രൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇതൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്യാമെന്ന് ഇതിൻ്റെ ബേസ് അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.